Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Yes, start ചെയ്യാം. And thank you so much. Time എല്ലാരും അറിഞ്ഞു എന്ന് വിചാരിക്കണം മെസ്സേജ്. ഓക്കെ. ഇന്ന് രാവിലെയാണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നത്. അങ്ങനെ 2:30 3:30 മീറ്റിംഗ്. അപ്പോ ഞാൻ പിന്നെ അവർക്ക് മെസ്സേജ് അയച്ചില്ല. ഞാനത് ക്ലാസ് നിങ്ങളുടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോ ക്ലാസ് ടീച്ചർ വിളിച്ചു സോറി പറഞ്ഞു. ഞാൻ ഇന്നലെ അറിയാൻ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് പറ്റിയത് എന്നൊക്കെ മെസ്സേജ് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാം ഞാൻ ഓൾറെഡി അത് അഡ്ജസ്റ്റ് ചെയ്തു, ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാ പാരന്റ്സിനെ ഇരുന്ന് വിളിക്കുകയാണ്. ടീച്ചേഴ്സിന്റെ ഓരോരോ റെസ്പോൺസിബിലിറ്റി അവര് കറക്റ്റ് അത് ചെയ്യാൻ പറ്റാത്തതാണ്, അതിന്റെ ടെൻഷനും ഒക്കെ പറ്റി നമുക്കത് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കി, കുഴപ്പമില്ല തോന്നിയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു. മിസ് വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഓക്കെ ഫൈൻ. സോ നമ്മള് ഓക്കെ പ്രയർ കഴിഞ്ഞിരുന്നോ? ഇല്ല മാം, കഴിഞ്ഞില്ല. പറയാം. Prayer. Dear Allah, thank you for bringing us together today. Bless our teacher with wisdom and patience. Help us to learn with attention and understanding. Guide us on the right path and fill our heads with knowledge. Amen. Thank you. Thank you, ma'am. ഓക്കെ. സോ എനിത്തിങ് എൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇന്നാരെങ്കിലും സെമിനാർ പ്രിപ്പയർഡ് ആണോ, റെഡി ആണോ? ഏതെങ്കിലും ടോപ്പിക്സ് അല്ലെങ്കിൽ നേരെ ക്ലാസ്സിലേക്ക് പോകാം. മാം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജോഫി ചോദിക്കുന്നു. മാം ഡിഗ്രി ബികോം കോർപ്പറേഷൻ എടുത്തവർക്ക് BEd എടുക്കാൻ പറ്റത്തില്ലേ? ഡിഗ്രി ബികോം കോർപ്പറേഷൻ. ഹലോ കേൾക്കാമോ? കേൾക്കാം. BEd എടുക്കാൻ പറ്റത്തില്ല മാം? ചില BEd കുറെ ഇതിലൊക്കെ PG വേണം. കൊമേഴ്സിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും. അതാ ഞാൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു എടുത്തത്. PG ഉണ്ടെങ്കിലാണ് BEd എടുക്കുന്നത്. പലതും മാറ്റങ്ങളുണ്ട്. പക്ഷെ BA-ക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ബികോംകാർക്ക് മാസ്റ്ററും കൂടെ വേണമെന്ന് പറയുന്നു. അതെ ആയിരിക്കും. കൊമേഴ്സിന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ഇങ്ങനെ BEd സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ഹോസ്റ്റലിൽ താമസിച്ചപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ഇങ്ങനെ ഇതുപോലെ കൊമേഴ്സിന് PG വേണമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി വർഷമായില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മാം ഒന്ന് എന്താ പറഞ്ഞ? കൊമേഴ്സിന് PG വേണം പറയും. ഞാനും MCOM BCOM ആകുമ്പോ അന്വേഷിച്ചപ്പോ കൊമേഴ്സിന് PG വേണം. മറ്റ് BAയും ബാക്കിയാവുമ്പോ നമുക്ക് പ്രശ്നമില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് BEd എടുക്കാം. കൊമേഴ്സ് ആവുമ്പോ PG വേണം. അപ്പം മാസ്റ്റർ എടുക്കണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ പഠിക്കാൻ പറ്റിയത്? വർക്ക് ചെയ്തോട്ട് അതറിയില്ല, അത് അന്വേഷിക്കണം. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ആയിട്ടുള്ള PG ചെയ്യാൻ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. സയൻസ് സബ്ജക്ട് അല്ലാത്തോണ്ട് പറ്റുമായിരിക്കും. സയൻസിനാണല്ലോ പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്നത്. ഞാൻ ബയോഡേറ്റ കൊടുത്തു. അപ്പൊ എനിക്ക് സ്കൂളിൽ നിന്ന് ചിലപ്പം വിളിക്കാം. നമ്മൾ അടുത്ത വർഷത്തേക്ക് ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കൂളിൽ വിളിക്കാം. അപ്പം വർക്ക് ചെയ്യും, അന്നേരം പഠിക്കുകയും കൂടെ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് തിരക്കിയത്. അപ്പം നാട്ടിൽ തന്നെ നിൽക്കാനാണോ? ഹസ്ബൻഡിന്റെ കൂടെ പോകാൻ എന്തോ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ? അല്ല, പോകുന്നുണ്ട്. അല്ല, ജസ്റ്റ് അവരെ വിളിക്കുമ്പോ ഒന്ന് ചെന്ന് നമ്മളൊരു 6 മാസമെങ്കിലും പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു എക്സ്പീരിയൻസ് വേണം. അവിടെ 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം. ഞാൻ ജസ്റ്റ് ഹസ്ബൻഡ് വരുമ്പോ കൂടെ പോകുന്നുണ്ട്. പോയിട്ട് വന്ന് 2 months അവിടെ നിന്നിട്ട് വരാന്. ഓക്കെ ദെൻ. സോ ഇന്ന് ആരെങ്കിലും സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാനാണ്? എനിവൺ? ഓക്കെ. സോ നമ്മൾ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആയിരുന്നു. അതിന്റെ കൺസെപ്റ്റും പല ഓതേഴ്സിന്റെ ഡെഫിനിഷൻസും നമ്മൾ പറഞ്ഞു. അപ്പൊ സൂപ്പർവിഷൻ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇന്റർവെൻഷൻ ആണെന്നും ഒരു
ഒരു സീനിയർ മെമ്പർ ഓഫ് പ്രൊഫഷണലില് സീനിയർ ആയിട്ടുള്ള ഒരാൾ, ഏജ് അല്ല എക്സ്പീരിയൻസ്, അതായത് പ്രൊഫഷണലില് സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ജൂനിയേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, എല്ലാം ശരിക്കും ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതുവഴി കുട്ടികളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് ക്വാളിറ്റി ഉള്ളതാക്കുക, അങ്ങനെ ഔട്ട്കം നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സൂപ്പർവിഷന്റെ മെയിൻ ഉദ്ദേശം. അപ്പൊ ഒരു പ്രൊഫഷണൽ സീനിയർ ആയിട്ടുള്ള ഒരാള് ഒരു ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആണ് ഓവർ എ ടൈം, എക്സ്റ്റെൻസ് ഓവർ എ ടൈം. ഞാൻ പേജ് നമ്പർ 81 ആണ് പറയുന്നത്. സൂപ്പർവൈസർ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്സ് ഉറക്കെ പറയുന്നതും നെഗറ്റീവ്സ് ആ ആള് മാത്രം അറിയുന്ന ഒരു രീതി തന്നെയാണ് സൂപ്പർവിഷനിൽ. വേറെ ആരോടും ഷെയർ ചെയ്യാതെ ഈ പറഞ്ഞ വ്യക്തിയെ ഗ്രൂം ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരാളാണ് സൂപ്പർവിഷൻ. ആ ഒരു രീതിയാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. അല്ലാത്തതൊക്കെ പഴയ കാലത്തെ പോലെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതികളാണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻസ് ഉണ്ട്. ഇനി എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു പോയി. അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറയുമ്പോൾ ഈ പർപ്പസിനെ എംഫസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഡെഫിനിഷൻസ് ആയിരുന്നു. അസിസ്റ്റ് ചെയ്യുന്നു, അതായത് ഒരു ടീച്ചറെ അസിസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ്? ബെറ്റർ ടീച്ചിങ്, അങ്ങനെ ഒരു ബെറ്റർ ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാനായിട്ട് ആ ടീച്ചറെ ഹെൽപ്പ് ചെയ്യും. ഒരു ലേണിംഗ് സിറ്റുവേഷൻസ് ബെറ്റർ ആക്കാൻ, ആ ടീച്ചിങ് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പലപ്പോഴും ടീച്ചറെ പ്രാപ്തയാക്കുന്നു, അതായത് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ പറഞ്ഞിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതായത് സെൽഫ് അനാലിസിസ് നടത്തുന്നു, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നു, സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് അറ്റ് ദ എൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ലാസ്റ്റ് കിട്ടുന്നത്. നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത്, അതായത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകാതെ നമ്മളെ എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നത് നോക്കുന്ന ഒരു രീതി തന്നെയാണ് സൂപ്പർവിഷന്റെ പർപ്പസ്. അതാണ്. അങ്ങനെയാകുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴല്ലോ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളുടെ കുറവുകൾ ആദ്യം ഷോർട്ട് കമ്മിങ്സ് കണ്ടുപിടിച്ച് അത് നമ്മൾ നേരെയാക്കാനായിട്ട് നോക്കുന്നു. സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞു. നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മളുടെ തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ അതിനെ അനലൈസ് ചെയ്ത് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നു. ത്രെഡ്സിനെയും വീക്ക്നെസ്സിനെയും നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അതിനുവേണ്ടി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവൈസർ എന്ന് പറയുന്നത് പ്രൊഫഷണലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ സ്റ്റാഫ് ആയിരിക്കും. ചിലപ്പോൾ HM തന്നെയായിരിക്കും, പ്രിൻസിപ്പൾ തന്നെയായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും ആയിരിക്കും. ടീച്ചർ കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്കൂളുകളിൽ ചില പൊസിഷൻസ് ഉണ്ടല്ലോ, ചിലയിടത്ത് HOD ഉണ്ടാവും. കുറേ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇപ്പോ പ്രിൻസിപ്പളിനും എല്ലാവരുടെ അടുത്തേക്ക് എത്താൻ പറ്റാതെ വരുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ HOD വയ്ക്കും. KG സെക്ഷൻ ഒരു കോർഡിനേറ്റർ, അല്ലെങ്കിൽ പിന്നെ LP സെക്ഷൻ ഒരു കോർഡിനേറ്റർ, UP സെക്ഷന് വേറെ, അങ്ങനെ ഹൈസ്കൂൾ, അങ്ങനെ ഹയർ സെക്കൻഡറി വേറെ, അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും അത് കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിരിക്കും. കുറെ സ്റ്റാർ ഇട്ടിട്ട് കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കുറെ പോയിന്റ്സ് ഉണ്ട്. സ്കൂളുകളുടെ ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ്സ്, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, സ്റ്റുഡൻസിനെ ഇറക്കുക എന്നുള്ളതാണ്. ഓരോ വർഷവും ഓരോ ബാച്ച് പാസ് ഔട്ട് ആവുന്നുണ്ടല്ലേ. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത്. സ്കൂളിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താലാണ് കുട്ടികൾക്ക്, ക്വാളിറ്റി മീൻസ് ആ ലേണിംഗ്, അതിന്റെ എല്ലാം ക്വാളിറ്റി ഡെവലപ്പ് ആകുവാണ്. കുട്ടികളിൽ കൂടുതൽ അച്ചീവ്മെന്റ്സ് കിട്ടും. അപ്പൊ അങ്ങനെ സ്റ്റുഡൻസ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും. പിന്നെ സ്കൂളിന്റെ ക്വാളിറ്റി, അതുപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്കൂളിന്റെ ക്വാളിറ്റി, പിന്നെ എഡ്യൂക്കേഷണൽ ഗോള്, പല ഗോളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അക്കാദമിക്സ് മാത്രമായിരിക്കില്ല, നോൺ അക്കാദമിക് ഏരിയയിലും, അതായത് ഇപ്പോ ആർട്സ്, സ്പോർട്സ്, അങ്ങനെ പല, പിന്നെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ ചിലപ്പോൾ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, അതും സൂപ്പർവിഷന്റെ ഒരു പർപ്പസ് ആണ്. നമ്മൾ പറഞ്ഞു നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ, അവരെ പുറത്തേക്ക് വർത്തി ആയിട്ടുള്ള അവരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫാക്ടറികളില്, കമ്പനികളില്, അങ്ങനെയുള്ളിടത്തൊക്കെ നല്ല പ്രോഡക്ട്സ് നിർമ്മിച്ച് പുറത്തേക്ക് സെല് ചെയ്യും അല്ലെ.
അതുപോലെ തന്നെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് തന്നെയാണ്. അപ്പൊ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റിസനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സ്കൂളിനെയൊക്കെ കുറച്ച് സ്കൂളിന്റെ നിലവാരം അതൊക്കെ നല്ല രീതിയിൽ ശരിയാക്കി എടുക്കുക. പിന്നെ നമുക്കറിയാം ഒരു പുറത്തേക്ക് വരുന്ന ഈ കുട്ടികള് സൊസൈറ്റിയില് പല മേഖലകളിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തരായിരിക്കും. അവരുടെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കി പല മേഖലയിലേക്കും അവര് ജോലി ചെയ്യാനായിട്ട് പോകും. സൊസൈറ്റിയെ സെർവ് ചെയ്യുവാണ്, എഫക്റ്റീവ്ലി സൊസൈറ്റിയെ സെർവ് ചെയ്യണം എല്ലാ സെക്ടേഴ്സിലും. അത് രാജ്യത്തിന്റെ സാമ്പത്തിക നില, ആ ഒരു എക്കണോമി അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇപ്പോ നമുക്കറിയാം കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആവുന്ന പോലെ ആയിത്തീരുന്നില്ല. കുട്ടികളും പുറത്തേക്ക് പോവുക, കാനഡ, ഓസ്ട്രേലിയ, UK എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ നമ്മുടെ നാട്ടില് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ടാകും. അത് ശരിയായ വിധം ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ പലപ്പോഴും ഗവൺമെന്റിന്റെ ചില നയങ്ങളൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ അതിന് കാലതാമസം വരുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്തോ കുട്ടികൾ ആരും ഇവിടെ നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെയുള്ള സാധ്യതകൾ കൂടുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കറക്റ്റ് കുട്ടികളെ മനസ്സിലാക്കിക്കാനും എല്ലാം ശരിക്കും സ്കൂൾ തലം തുടങ്ങിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, അതുപോലെ തന്നെ ടീച്ചിങ് പ്രോസസ്, ഇതെല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് കുട്ടിയുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആകുന്നത്, ശരിക്കും ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഞാനത് സ്കൂളുകളിലേ കണ്ടിട്ടുള്ളൂ. കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. ഈവൻ സ്കൂളിലെ ടീച്ചർമാരെ എല്ലാരെയും ആ ഓരോ ക്ലാസ് റൂമിൽ നടന്ന ചില ഇൻസിഡന്റും ഒക്കെ എപ്പോഴും നല്ല ഓർമ്മ. പക്ഷെ കോളേജിൽ ഒരു കാര്യവും അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മൾ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആകാത്തതുകൊണ്ടായിരിക്കാം. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒരുപക്ഷെ കുറവായിരിക്കാം, വിരലിലുണ്ടാവുന്നവരെ ഉണ്ടായിരുന്നു കാണുള്ളൂ. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, ടീച്ചിങ് പ്രോസസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത് കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നതാണ് പറയുന്നത്. പഠിക്കാൻ മോശമായ ഒരു കുട്ടി ഒരു ടീച്ചറിന്റെ നല്ലൊരു ഇൻഫ്ലുവൻസ് മൂലം പഠനത്തിൽ പുരോഗതി കാണിക്കാറുണ്ടല്ലോ. അങ്ങനെ പല അതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് നിങ്ങളും അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ എഴുതാൻ മടിയോ അങ്ങനെയൊക്കെ കാണിക്കുന്ന കുട്ടികൾ നമ്മളുടെ ഒരു ഗൈഡൻസ്, നമ്മളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് അവർ ചിലപ്പോൾ മാറി അവർ നല്ല രീതിയിൽ എഴുതാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ടാകും. ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് അത് കറക്റ്റ് ആയിട്ട് ആ ടീച്ചർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എൻഷുർ ചെയ്യിക്കും. നമുക്കൊരു ടീച്ചറുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ആ ടീച്ചറെയൊന്നും അങ്ങ് പാക്ഡ് ആക്കരുത്, ബിസി ആക്കരുത്. ലൈക്ക് ഓവർ വർക്കോ ആ രീതിയിലൊന്നും കൊടുക്കാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. ഇപ്പൊ ടീച്ചർമാർക്ക് നിറയെ ജോലികളാണെന്നാ പറയുന്നത്. കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. കുറേ പേപ്പർ വർക്കുകൾ ഉണ്ടെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് സ്കൂളിന്റെ ഡയറക്ഷൻ, പിന്നെ അർജന്റ് നീഡ്സ്, അതായത് സ്കൂളിന്റെ ഒരു രീതി, എന്തൊക്കെയാണ് നീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ഒരു ഗതി അത് മനസ്സിലാക്കാനും ഒക്കെ സ്കൂളിന്റെ രീതികൾ ഏത് വഴിക്കാണ് ആ ഒരു രീതികൾ മനസ്സിലാക്കാനും ഒക്കെ ഈ സൂപ്പർവിഷൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സിന് ക്ലാസ് റൂം മാനേജ്മെന്റ്, എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും സഹായിക്കും. നമുക്കറിയാം ക്ലാസ് റൂമിലെ കുട്ടികളാണ്, പല ബിഹേവിയർ ഉള്ള കുട്ടികളുണ്ട്. ഒരു ടീച്ചർക്ക് വന്ന് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ ആ ടീച്ചറെ അതുപോലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പൊ ആ എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് റൂമിനെ എങ്ങനെ മാനേജ് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സിന് പലപ്പോഴും പല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അവരുടെ സ്പെഷ്യൽ എബിലിറ്റീസ് അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഇങ്ങനെയുള്ളതെല്ലാം മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി അതിലവരെ, അതായത് നമ്മൾ സോർട്ട് അനാലിസിസ് ചെയ്യുന്ന പറയില്ലേ, അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അവരെ ബൂസ്റ്റ് ചെയ്യുക. അത് സൂപ്പർവിഷന്റെ പർപ്പസ് ആണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഓവറോൾ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന നല്ലൊരു ഗൈഡൻസ് അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടേതായ ഫെസിലിറ്റീസും പല ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന് ഇതെല്ലാം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കണക്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടായിരിക്കും. സ്കൂളിന്റെ ഒരു നല്ലൊരു പിക്ചർ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത് സൂപ്പർവിഷന്റെ ഒരു ടീച്ചർ HM അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഉണ്ടാകും. എവറി മന്തോ അല്ലെങ്കിൽ എവറി വീക്കോ അങ്ങനെയൊക്കെ റിപ്പോർട്ട് കൊടുക്കാൻ.
സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസും ഏതെങ്കിലും ചെയ്തതിന്റെ റിസൾട്ടും അച്ചീവ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണല്ലോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും ഫണ്ട് കിട്ടും, പബ്ലിക് ഫണ്ട് കിട്ടും സ്കൂളിന് വേണ്ടിയിട്ട്, പലരും ഫണ്ട് ചെയ്യും, സ്പോൺസർ ചെയ്യും. അങ്ങനെ കിട്ടുന്നതെല്ലാം വളരെ ഇന്റലിജന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക, സ്കൂളിലേക്ക് കിട്ടുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക, അതും സൂപ്പർവിഷന്റെ ഒരു പർപ്പസ് ആണ്. പിന്നെ പബ്ലിക് എക്സാമിനേഷൻ വരുമ്പോൾ കുട്ടികൾ അതുവരെ സ്കൂളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും എക്സാം എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ 10th +2 എന്നൊക്കെ പറയുമ്പോഴേക്കും പബ്ലിക് എക്സാമിനേഷൻസ് ആണല്ലേ, ബോർഡാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും ബോർഡാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കൂള് രജിസ്റ്റർ ചെയ്യണം, സ്കൂളിന് തന്നെ ഒരു അഫിലിയേഷൻ വേണം, സ്കൂൾ രജിസ്റ്റർ ചെയ്യണം. കുട്ടികളെല്ലാം ആ ഒരു 9th ആകുമ്പോഴേക്കും 10th കുട്ടികളുടെ എല്ലാ രജിസ്ട്രേഷൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കും, അതെല്ലാം ചെയ്യണം. പിന്നെ സ്കൂളിൽ പല രീതിയിലുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി പാർട്ട് 4 മോഡ്യൂൾ 1 ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് കീപ്പിങ്ങും എല്ലാം എഡ്യൂക്കേഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുള്ള റെക്കോർഡ് കീപ്പിംഗ് ആയിരിക്കണം. പിന്നെ എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിന് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ പർപ്പസ് ഒന്ന് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് എന്താന്നുള്ളത്. നമുക്ക് ശരിക്കും ഇൻഎഫക്റ്റീവ്, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ, നമ്മുടെ സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല മേഖലകളിലും സെർവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺസിനെ നാടിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൂപ്പർവിഷന്റെ പർപ്പസ്. അത് പോസിബിൾ ആകുന്നത് എഫക്റ്റീവ് ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് എൻവയോൺമെന്റ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, ഇതൊക്കെ അതിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആ ക്ലാസ്സിൽ വരുന്ന ടീച്ചർ ആയിരിക്കും. ആ ടീച്ചറെ ഡെവലപ്പ് ചെയ്യുക, ആ ടീച്ചർ ഡയറക്ട്ലി ഇതെല്ലാം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കും. ജെർമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും റെക്കോർഡ് കീപ്പിങ്ങിന് വെക്കുന്നത്. ചുമ്മാ റെക്കോർഡ്സ് ഒന്നുമല്ല, അത് റെക്കോർഡ്സിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ പാർട്ട് 4 പഠിച്ചു. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ എഫക്ട്. ഞാൻ എടുത്ത് പോവുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, അത് സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ എഫക്റ്റീവ് സൂപ്പർവിഷൻ. നമുക്കറിയാം, ഒരു സ്കൂൾ എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികൾക്ക് ഇഷ്ടം തോന്നണം അങ്ങോട്ട് വരാൻ, ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലേ. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് അങ്ങനെ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരുന്നു. കുട്ടികൾക്ക് വന്നാൽ വീണ്ടും വീണ്ടും വരാൻ ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമായിട്ട് മാറണം എന്നാണ് പറയുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അത് കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും വേണം അല്ലെ. എന്നാലല്ലേ ടീച്ചേഴ്സിന് എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ടീച്ചേഴ്സിന് പ്രഷറും ഒട്ടും അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മൾ ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഇത് ഭയങ്കര ഒരു ടഫായിട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ, ഏതൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സറൗണ്ടിങ്സ് നല്ല സ്ട്രെസ് ഫ്രീ, അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. ദിവസവും നമ്മൾ ഇൻസ്പയർഡ് ആകണം, നാളെയും എനിക്ക് ഇവിടെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മളിവിടെ വന്ന് ചേരും. നെക്സ്റ്റ്, സ്റ്റാഫ് ഓറിയന്റേഷൻ. ഇനിയിപ്പം വെക്കേഷൻ ടൈമിലാണ് സ്റ്റാഫിനുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പല സ്കൂളുകളിലും നടത്തുന്നത്. പലപ്പോഴും അത് പറയാറുണ്ട്, ഈ പലയിടത്തും അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഒരു തട്ടിക്കൂട്ട് പോലെ ആ ഒരു എന്താ പറയാ, അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് സ്റ്റാഫിന് ഇങ്ങനെ കൊടുക്കണം എന്നവരുടെ റൂൾസിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് അങ്ങനെ നടത്തുന്നവരുണ്ട്. നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അത് ആ സ്കൂളിന്റെ തന്നെ പ്രോഗ്രസിന് നല്ലതാണ്, സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും നമ്മള് ഇപ്പം നിർബന്ധമായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ അത് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വരുമൊന്നുമില്ല. ചിലപ്പോ വന്നു ഉച്ചയാകുമ്പോ പോകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് സ്കൂളുകളിൽ നിർബന്ധമായി പറഞ്ഞു തുടങ്ങി, അതുകൊണ്ട് സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിലത് നല്ല
എൻഗേജിങ് ആണ്, വളരെയധികം എന്റർടൈൻമെന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും വളരെ ഇഷ്ടം തോന്നും. 1 വീക്ക് ഒക്കെ പ്രോഗ്രാം നടത്തുന്ന സ്കൂളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന വർക്ക് അതിനെപ്പറ്റി നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്, അപ്പൊ ഓരോ ടീച്ചർക്കും ഓരോ വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ദേ ആർ സപ്പോസ് ടു ഡു, അതെന്താന്നുള്ളത്, അവരുടെ നിന്ന് എന്താണ് എക്സ്പെക്ടേഷൻ, അത് അവരെ നല്ലപോലെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. പുതിയ സ്റ്റാഫ് വരുമല്ലേ, പലപ്പോഴും പുതിയ ടീച്ചേഴ്സ് വരുമ്പോ എങ്ങനെയാണ്, നമ്മളെ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെ സ്കൂളെല്ലാം കൊണ്ടുവന്ന് പഠിക്കും, മറ്റു സ്റ്റാഫുകളെ പരിചയപ്പെടുത്തും, നമ്മൾ എടുക്കേണ്ട ക്ലാസ് റൂമിൽ കൊണ്ടുപോയി കുട്ടികളെ പരിചയപ്പെടുത്തും. പിന്നെ കുട്ടികളും ടീച്ചറും കൂടെ മാത്രമായിട്ടുള്ള സ്പേസ് ആകും, അവർ തമ്മിൽ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ന്യൂ സ്റ്റാഫ് വരുമ്പോൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് അവിടെ അപ്പൊ സൂപ്പർവൈസറിന്റെ തന്നെ ഒരു ഡ്യൂട്ടിയാണ്. അങ്ങനെ ന്യൂ സ്റ്റാഫ് വരുമ്പോൾ ന്യൂ സ്റ്റാഫിന് ഒരു ഓറിയന്റേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓറിയന്റേഷൻ മീൻസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുക്കുന്ന പോലെ ഒരു രീതി. അവരെ ഹെൽപ്പ് ചെയ്യണം. പലപ്പോഴും അവർക്ക് അറിയില്ല ഓരോ കാര്യങ്ങളും എവിടെയാണ്, എവിടെ നിന്നാണ് പല മെറ്റീരിയൽസും കിട്ടുന്നത്. കാരണം അവർക്ക് ജോലി എടുക്കണമെങ്കിൽ അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അവസാനം അവർ അതെല്ലാം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും അവർ പെട്ടെന്ന് ആ ഒരു എൻവയോൺമെന്റുമായിട്ട് മോജ് ആവാനായിട്ട്. പിന്നെ ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഹെൽത്തി അറ്റ്മോസ്ഫിയർ, വളരെ നിർബന്ധം. സ്റ്റാഫ് ഓറിയന്റേഷൻ, അത് പഴയ സ്റ്റാഫ് ആണെങ്കിൽ പുതിയ സ്റ്റാഫ് വരുമ്പോഴും കൊടുക്കേണ്ട ഓറിയന്റേഷൻ. നെക്സ്റ്റ് ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇതിൽ നിന്ന് ഞാൻ കാര്യമായ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഇത് ആസ് എ ടീച്ചർ നിങ്ങളുടെ പ്രൊഫഷൻ ഇതാണെങ്കിൽ, നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങളാണ്, നമുക്കുള്ള ഓറിയന്റേഷൻ, നമുക്കുള്ള സപ്പോർട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. നെസസറി ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ് പല പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം സൂപ്പർവൈസറാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ടാസ്കിൽ അവരെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള വ്യക്തമായ ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷൻസും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ആക്ടിവിറ്റി പെട്ടെന്ന് കൊടുക്കുമ്പോൾ എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യത്തിൽ സ്കൂള് കാര്യമാകാൻ അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തണം. ശരിക്കും സ്റ്റാഫ് ട്രെയിനിങ് എപ്പോഴും വേണ്ടത്. അപ്ഗ്രേഡ് ചെയ്യണമല്ലോ, കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ജോഫി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ബികോം കോർപ്പറേഷൻ എനിക്ക് ഇത് B.Ed എടുക്കാൻ പറ്റുമെന്നത്. ശരിക്കും ഞാൻ അങ്ങനെ B.Ed കോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങ് അപ്ഗ്രേഡഡ് ആയിട്ടില്ല. പക്ഷെ അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ഇങ്ങനെ ജോലി സാധ്യതയും കോഴ്സിന്റെ ഡീറ്റെയിൽസും അങ്ങനെയൊക്കെ ഒരു അപ്ഗ്രഡേഷൻ വേണമെന്ന്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടി ചോദിച്ചു, അത് ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോ കല്യാണം കഴിഞ്ഞു കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതെങ്ങാണ്ട് എത്രയോ പേപ്പർ എങ്ങാണ്ട് ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതിന് വേറെ എന്തോ കൂടെ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. PG എടുക്കാനോ B.Ed എടുക്കാനോ അങ്ങനെ കൂടെ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം. അപ്പോൾ ഞാനിരുന്ന അത് മുഴുവൻ ഇങ്ങനെ പഠിച്ചു. അങ്ങനെ B.Ed എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻസും അങ്ങനെ ഡിഗ്രി ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കൺസേൺഡ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കുക. അത് ഫുൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുകൊടുത്ത് അന്വേഷിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഏത് ഇയർ ആയിരുന്നു രജിസ്റ്റർ ചെയ്തത്, എത്ര പേപ്പറാണ് നമുക്കിനി എഴുതാനുള്ളത്, അങ്ങനെയുള്ള കാര്യം വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഓരോന്ന് ചോദിക്കും. ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പം എംപ്ലോയ്മെന്റ്, അതായത് ജോലി സാധ്യതകളെ കുറിച്ച് ഇപ്പൊ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അനന്തരമൊന്നുമല്ല, നമ്മൾ ഈ അഡോളസന്റ് ഗ്രൂപ്പ് 10ാം ക്ലാസ് എത്തുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ 10th കഴിയുമ്പോൾ നമ്മൾ +2 എടുക്കേണ്ട സ്ട്രീം എന്ന് പറയുന്നത് നമ്മളുടെ കരിയർ എവിടെ സെറ്റ് ചെയ്യണോ ആ കരിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രീം ആയിരിക്കണം നമ്മൾ +2 എടുക്കേണ്ടത്. ഇപ്പൊ സയൻസ് അല്ലെങ്കിൽ മാത്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടി ആ സയൻസ് മാത്സ് റിലേറ്റഡ് ഒരു ഫീൽഡിലേക്കാണ് പോകാൻ, ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡിലേക്കാണ് ഹയർ സ്റ്റഡീസിന് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണമല്ലോ +2 എടുക്കാൻ. അല്ലെങ്കിൽ അതിന് ഡിഗ്രി ലെവലിൽ അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ എന്തൊക്കെ ജോലി സാധ്യതകൾ ഉണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അപ്ഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കണം. ഈവൻ നമ്മൾ ചെറിയ ക്ലാസ്സിലായിരിക്കും, ചിലപ്പോൾ വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കും. അപ്പൊ അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കണം. ആ
കുട്ടിക്ക് എങ്ങനെ ഒരു കുട്ടി അവന് എഞ്ചിനീയറിംഗിന് പോകാനാണ് താല്പര്യം വിചാരിച്ചു. പക്ഷെ ഇന്ന് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ് വളരെ പുവറാണ്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും എഞ്ചിനീയറിംഗിൽ പോയി കഴിഞ്ഞാൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. ആ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഇല്ലെങ്കിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. അതൊരു പ്രശ്നം കൂടിയാണ്. അപ്പൊ മാത്തമാറ്റിക്കൽ ലോജിക്കൽ അനാലിസിസ് അത് അവന് നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള കുറെ പേരുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ചില ഇന്റലിജൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഒന്നും അത് പറ്റില്ല. കാരണം ബേസേ ഇല്ലാത്തൊരു കുട്ടിയായിരിക്കും മാത്സിൽ വളരെ പുവർ ആയിട്ടുള്ളത്. ആ കുട്ടിക്ക് ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഭയങ്കര പാടായിരിക്കും. അവരെ ഒന്നും നമുക്ക് ഇതാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അതേസമയം ചില പേഴ്സണൽ സ്കിൽസ് ഉണ്ട്. ആളുകളോടൊക്കെ ഇടപഴകുന്ന സ്കിൽ ഉണ്ടല്ലോ, ഇന്റർപേഴ്സണൽ സ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് ലിസണിങ്, അതൊക്കെയാണ് ഇന്റർപേഴ്സണൽ സ്കില്ലിൽ വരുന്നത്. എംപതി, ആ ഒരു വേറൊരാളെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, ചിലപ്പോൾ കോളേജിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് ഡോക്ടർ ആവാൻ പറ്റുമായിരിക്കും. പക്ഷെ നല്ലൊരു ഡോക്ടർ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനോട് ആ ഒരു വളരെ സ്നേഹത്തോടെ ആ ഒരു രീതിയിൽ അങ്ങനെ പെരുമാറുന്ന ഡോക്ടർമാരുണ്ടല്ലോ. അങ്ങനെ ഒരു ഡോക്ടർ ആകണമെങ്കിൽ ഈ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് വേണം. അധികം സംസാരിക്കാത്ത, എപ്പോഴും ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, വിത്ഡ്രോ ചെയ്തിരിക്കുന്ന ഒരാള് പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് അവർക്ക് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇന്റർപേഴ്സണൽ സ്കിൽസ് അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആളുകളുമായിട്ട് മീഡിൽ ചെയ്യുന്ന രീതിയിലും സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കത് കുട്ടിയെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. നിനക്ക് പഠിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്, പക്ഷെ ഒരു ഡോക്ടർ ആവുമ്പോൾ നമ്മളൊരു നല്ല ഡോക്ടർ ആവണം. നല്ല ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനോട് നല്ല സംസാരിക്കാനും ക്ഷമയോടുകൂടി സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നതിനനുസരിച്ച് അവരെ മനസ്സിലാക്കിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാനും കഴിയുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ഡോക്ടർ. അല്ലാതെ പഠിച്ച് മാർക്ക് വാങ്ങി അങ്ങനെ ഒരു എന്താ പറയാ ഒരു ജീവനില്ലാത്ത ഡോക്ടറായിട്ട് പേഷ്യൻസിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ ജീവനും കൂടെ പോകും. അത് ആ രീതിയിലായിരിക്കും. ചില ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവുകയെ, ആ പകുതി അസുഖം കുറഞ്ഞ പോലെ എന്നൊക്കെ ചിലർ പറയാം. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ ഒന്ന് പഠിച്ച് ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുട്ടികളിൽ ഉണ്ടോ എന്നൊക്കെ നമ്മളിപ്പോ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കി അപ്പൊ ഏത് ഇന്റലിജൻസ് ആണ് കുട്ടിക്ക് കൂടുതൽ. മ്യൂസിക്കിലാണ് ഇന്റലിജൻസ് കൂടുതൽ. ഈ മ്യൂസിക്കിൽ വൈഡ് ഓപ്പണിങ്സ് ഉണ്ട്. പാട്ടുകാരനാവുക എന്നുള്ളത് മാത്രമല്ല മ്യൂസിക്കിലുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നമ്മളത് നല്ലപോലെ പഠിക്കണം. എന്നാലേ നമുക്ക് കുട്ടിയെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി നല്ല പോലെ മാത്തമാറ്റിക് ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് മ്യൂസിക്കും ഉണ്ടെന്ന് വിചാരിക്കും. ആ കുട്ടിയെ നമ്മളപ്പോ മാത്തമാറ്റിക്കൽ ലോജിക്കൽ അതിലേക്ക് തിരിച്ചുവിടണം. മ്യൂസിക് എന്ന് പറയുന്നത് അപ്പൊ ഒരു സബ്ബാണ്. ഓക്കെ, അതിനെ മ്യൂസിക്കിലേക്ക് തിരിച്ചുവിടുന്നത്. അങ്ങനെ നമുക്ക് കറക്റ്റ് കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അതിന് നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താന്നുള്ളത് പഠിക്കണം. അതിനോട് കണക്ട് ചെയ്യുന്ന സ്കിൽസ് എന്താന്ന് പഠിക്കണം, ലൈഫ് സ്കിൽസ്. ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്, ദെൻ പ്രോംപ്റ്റ് റെക്കഗ്നീഷൻ ഓഫ് ഗുഡ് വർക്ക്. ഒരു ടീച്ചർ നല്ല പോലെ പെർഫോം ചെയ്തു, കറക്റ്റ് ടൈമിൽ തന്നെ പ്രോംപ്റ്റ് റെസ്പോൺസ്, ആ ഒരു പ്രോംപ്റ്റ് റെക്കഗ്നീഷൻ, ആ ഒരു ഓൺ ടൈമിൽ തന്നെ ആ ടീച്ചറെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ആ ടീച്ചർ നല്ലൊരു ഡെവലപ്പ് ആകാനായിട്ട് കുറച്ചുകൂടെ വളരാൻ ഹെൽപ്പ് ചെയ്യും. ആ ഒരു അപ്രീസിയേഷൻ വാക്കാൽ മതി, എന്തെങ്കിലും കൊടുക്കണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഗുഡ് വർക്ക് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. നല്ലത് ചെയ്താൽ ആരായാലും അത് നമ്മൾ അംഗീകരിക്കണം, അല്ലെ? അങ്ങനെ ആ വർക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് അത് പബ്ലിക്കായിട്ട് തന്നെ അവരെ അപ്പൊ ഒരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയില്ല, അപ്പൊ അവരുടെ ആ രീതി വേറൊരാൾക്ക് മാതൃകയാക്കാനും ആ രീതിയിൽ അവർ ടീച്ചറെ അപ്രീഷിയേറ്റ് ചെയ്യും. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ അതൊരു പോസിറ്റീവ് വേ ഓഫ് ഡിസിപ്ലിൻ ആണല്ലേ. അതുപോലെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് പോസിറ്റീവ്. ഇപ്പം പലപ്പോഴും ടീച്ചർ ചെയ്യുന്ന വർക്ക് ചിലപ്പോ സാറ്റിസ്ഫാക്ടറി ആകാറുണ്ടാകില്ല, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ആ ടീച്ചർ ആ വർക്ക് നല്ലതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം, ഒരു ഇൻസ്ട്രക്ഷൻസ്, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ക്രിയേറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട്, അതാണ് കൺസ്ട്രക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആ ഒരു ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കഗ്നൈസ് ചെയ്യണം. നല്ല വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പബ്ലിക്കിൽ വേണം നമ്മൾ ആ ടീച്ചറെ അപ്രീഷിയേറ്റ് ചെയ്യാൻ.
ഈ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു ടീച്ചർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അത് ആ ടീച്ചറോട് മാത്രമായിരിക്കണം, അതും പ്രൈവറ്റ് ആയിട്ട്. പോസിറ്റീവ് കാര്യങ്ങൾ പബ്ലിക്കിൽ ഉറക്കെ പറയുന്നു, നെഗറ്റീവ് കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അവസരങ്ങൾ കൊടുക്കണം അല്ലെ, ഒന്ന് ഇംപ്രൂവ് ആവാനായിട്ട്. ടു കൺഫേം ടു ദെയർ വർത്ത്, അവർക്കൊരു വാല്യൂ ഉണ്ട്, അപ്പൊ അവർക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അവരെ എൻകറേജ് ചെയ്യിക്കണം. അവരുടെ ജോബ് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. ഇതായിരുന്നു നമ്മൾ സൂപ്പർവിഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. നമ്മൾ പർപ്പസ് പറഞ്ഞു, ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞു, സൂപ്പർവിഷന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. നെക്സ്റ്റ്, ദ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ സക്സസ്ഫുൾ ആകാൻ 7 C's. അതിന്റെ ഫസ്റ്റ് വൺ ആണ് കോൺവെർസേഷൻ, സംഭാഷണം എന്ന് നമ്മൾ പറയുന്നത്. കോൺവെർസേഷൻ, എഫക്റ്റീവ് കോൺവെർസേഷൻ അതാണ് വേണ്ടത്. അവര് അങ്ങനെ സംസാരിക്കുമ്പോൾ അവര് റീതിങ്ക് ചെയ്യും. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവര് നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യും. അതാണ് എഫക്റ്റീവ് കോൺവെർസേഷൻ. ഫസ്റ്റ് സി ആണ് കോൺവെർസേഷൻ. പലതിലും സി ആയിട്ട് നിങ്ങൾ കാണില്ല, ഞാനത് ഓരോ സി ഏതാന്ന് ഓരോ പോയിന്റിൽ പറയാം. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ, നല്ല രീതിയിലുള്ള തുറന്ന സംഭാഷണങ്ങൾ. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്തെങ്കിലും ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് സോർട്ട് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള എഫക്റ്റീവ് കോൺവെർസേഷൻസ്. നെക്സ്റ്റ് വൺ കൊഹെസീവ്നെസ്. സെക്കൻഡ് വൺ, മോഡേൺ സൂപ്പർവിഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മെയിൻ്റനൻസ് ഓഫ് സാറ്റിസ്ഫാക്ടറി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. കുറച്ചുകൂടെ പറഞ്ഞുള്ളൂ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ഇന്റലിജൻസ് ഏതൊക്കെയാണെന്നറിയും? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, അതായത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും ആ എമ്പതി അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലപോലെ കേൾക്കാനും ഒക്കെ ഉള്ളതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വെർബൽ ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് നന്നായിരിക്കണം അല്ലെ ടീച്ചറുടെ, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ, അതും ഒരു ടീച്ചർക്ക് ആവശ്യമാണ്. മാത്സ് ടീച്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക് ടീച്ചർ ആണെങ്കിൽ മ്യൂസിക് ആൻഡ് റിതം ഇന്റലിജൻസ്. ഡാൻസ് ടീച്ചർ ആണെങ്കിൽ ബോഡ്ലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, ബോഡി കോർഡിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും വേണം. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ള കണക്ഷനാണ്, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സെൽഫ് അവയർനെസ്. ഇമോഷൻ റെഗുലേഷൻ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇൻട്രാപേഴ്സണലിൽ വരിക. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കും, നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അങ്ങനെ ഒരു ടീച്ചർക്ക് വേണ്ടെന്ന് കുറെ ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആ ഒരു ഇന്റലിജൻസ് ഉണ്ടോ? മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോർട്ട് ഔട്ട് ചെയ്യുക, പിന്നെ നമുക്ക് ആ ഒരു ലോജിക്കൽ തിങ്കിങ്. വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ റീഡ് ചെയ്യുന്നു, ബുക്സ് റീഡ് ചെയ്യുന്നു, കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ളതൊക്കെ റീഡിങ് ഹാബിറ്റ്സ് ഉള്ളത്, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ മ്യൂസിക്, നമുക്ക് മ്യൂസിക്കിലോട്ടുള്ള ആ ഒരു ടേസ്റ്റും നമുക്ക് പാട്ട് പാടാൻ ഒരു കഴിവും. പിന്നെ ബോഡി കിനസ്തെറ്റിക്, നമ്മുടെ ബോഡി കോർഡിനേഷൻ, ഡാൻസേഴ്സ്, അതുപോലെ തന്നെ സ്പോർട്സ്, അങ്ങനെ അത്ലറ്റ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളത്. ഡാൻസർ അറിയാവുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച് ആ ഇന്റലിജൻസ് ഉണ്ടാവും. Okay, interpersonal relationship. Modern supervision is established on maintenance of satisfactory interpersonal relationship. അവിടെ സി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സി ആണ് കൊഹെസീവ്നെസ്, സ്റ്റിക്കിംഗ് ടുഗദർ, ഒരു വൺനെസ്, വി ഫീൽ, നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീൽ. അത് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ആ സ്കില്ലും അല്ലെങ്കിൽ ആ ഇന്റലിജൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. അവർക്കാണ് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു ഗ്രൂപ്പാണ്, വി ഓൾ ആർ ടുഗദർ എന്നുള്ളൊരു ഫീല്, അതാണ് അവിടുത്തെ സി, കൊഹെസീവ്നെസ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരാളല്ല വർക്ക് ചെയ്യുന്നത്, ടീച്ചേഴ്സ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാകും, അങ്ങനെ പല പല രീതിയിലുള്ള സ്റ്റാഫുകളുള്ള സ്ഥലമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്.
സൂപ്പർവൈസർ അതിൽ ഫോക്കസ് ചെയ്യണം, ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യണം. പണ്ട് ബ്രിട്ടീഷുകാരുടെ രീതിയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് അല്ലെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. എളുപ്പമായിരുന്നു അത്, ആളുകളെ തമ്മിൽ തല്ലിച്ച് തെറ്റിച്ച് അവരുടെ ശത്രുക്കളെയൊക്കെ അവർക്ക് ഇല്ലാതാക്കണം എന്നുണ്ടാവില്ല, മറ്റുള്ളവർ അത് ചെയ്തോളും. ആ രീതിയിൽ അവർ ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു, ഒരു ഓട്ടോക്രാറ്റിക് രീതിയായിരുന്നു. പക്ഷെ പിന്നീട് ആയപ്പോഴേക്കും അതൊരു ഡെമോക്രസിയായി. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്, എഡ്യൂക്കേഷനിലെ ഡെമോക്രസിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ ഗ്രൂപ്പ് ഫീലിംഗ് ആണ്, എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീൽ, അത് യൂണിറ്റി, ആ ഒരു രീതിയിൽ വന്നു. ഗ്രൂപ്പ് മൊറൈൽ ആൻഡ് ഗ്രൂപ്പ് കൊഹെസീവ്നെസ്. അതുകൊണ്ടാണ് അവിടുത്തെ സി കൊഹെസീവ്നെസ്, സ്റ്റിക്കിംഗ് ടുഗദർ, എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു ഫീൽ, ഒരുമിച്ചിരിക്കുക, ആ ഒരു ടുഗദർനെസ്, അതാണ് കൊഹെസീവ്നെസ്. എഴുതി വെച്ചോളൂ, അവിടുത്തെ സി കൊഹെസീവ്നെസ്. നെക്സ്റ്റ് യെസ്, ഇതിന്റെ ലാസ്റ്റ് ഇല്ലേ അത് കൊഹെസീവ്നെസ് ആൻഡ് ഗ്രൂപ്പ് കൊഹെസീവ്നെസ്? ഉണ്ട്, അത് തന്നെ, അതാണ് അവിടുത്തെ സി. ഹെഡിങ് അതാണല്ലോ, 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. ഫസ്റ്റ് സി കോൺവെർസേഷൻ, സെക്കൻഡ് വൺ കൊഹെസീവ്നെസ്. ഹെഡിങ് പക്ഷെ ഹെഡിങ് ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് സി കാണുന്നില്ല, അപ്പൊ നമ്മൾ അതിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്തെടുത്ത സി ആണ് കൊഹെസീവ്നെസ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയില്ലേ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഒരാൾ പറയുന്നത് കറക്റ്റ് മനസ്സിലാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നല്ലൊരു ഗുഡ് കണക്ഷൻ, ഇമോഷണലി കണക്റ്റഡ്, അത് ഉണ്ടാകണം. അതൊരു ടീച്ചേഴ്സ് പുറയിലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഇൻഫർമേഷൻസ് നല്ലൊരു പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും. സൂപ്പർവൈസറുടെ ഒരു ഡ്യൂട്ടിയാണ് നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നല്ലൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ നല്ലൊരു കോമ്പീറ്റന്റ് ഗ്രൂപ്പ് ലീഡർഷിപ്പ്, ഇതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേറ്റ്. കാരണം അയാൾ പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകണം. അപ്പൊ തന്നെയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണത്. ആ ഒരു ലീഡർ, ഒരു ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റുന്നത്. അതാണ് മോഡേൺ സൂപ്പർവിഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ്. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ്, അടുത്ത സി. മോഡേൺ സൂപ്പർവിഷൻ ഈസ് കോംപ്രിഹെൻസീവ് ഇൻ സ്കോപ്പ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിക്കുന്നു, ഇൻക്ലൂഡിങ് ഓൾ ഓർ എവറിത്തിങ്, ഇൻക്ലൂഡിങ് ഓൾ, എല്ലാം കൂടി എന്ന് വരുന്നത്. പലപ്പോഴും സ്കൂളിൽ പല പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, പല നെസസിറ്റി, പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും സ്കൂളിന്റെ ഒരു നടത്തിപ്പിനും ഒക്കെ വേണ്ടിയിട്ട്. അത് ഓരോ ഓതേഴ്സ് ഓരോ കാര്യങ്ങൾ പറയുന്ന ആട്ടോ കൊടുത്തിരിക്കുന്നത്. നെഗ്ലേറ്റ് എന്ന് പറയുന്ന ആള് കുറെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്. കൊഹെസീവ്നെസ്സും കോംപ്രിഹെൻസീവും ഒന്നാണ്. സ്റ്റിക്കിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അല്ലെ, അതായത് വൺനെസ് വി ഫീൽ, ഗ്രൂപ്പ് ആളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ചേർത്ത് വെക്കുന്നത്. പല പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനെല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, അതാണ് കോംപ്രിഹെൻസീവ്. സ്കൂളിന്റെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സിനോ ഗോളിനോ, ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഒരു മിഷൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, ഓൾ എവറിത്തിങ്, അതാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അത് ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, ടീച്ചർ ലേണിംഗ് സിറ്റുവേഷൻ, അതിന്റെ ക്വാളിറ്റി, അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു സ്കൂളിനകത്ത് വരുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് കോംപ്രിഹെൻസീവ് പറയുന്നത്. ട്രഡീഷണൽ ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിന്നും അതിനും ഫാർ ബിയോണ്ട് ആണ് ഒരു മോഡേൺ സൂപ്പർവൈസേഴ്സിന്റെ റോള് പോകുന്നത്. ഈ മോഡേൺ സൂപ്പർവിഷൻ ക്രിയേറ്റീവ്, നെക്സ്റ്റ് സി ക്രിയേറ്റീവ്.
പലപ്പോഴും ടീച്ചർമാർക്ക് അവരെടുക്കുന്ന സബ്ജക്റ്റിനേക്കാളും വേറെയും പല ടാലൻസ് ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണല്ലോ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ചില ടീച്ചർമാര് ഡാൻസ് പഠിപ്പിക്കുന്നു. അവരുടെ സബ്ജക്റ്റിൽ ഇപ്പൊ ഡാൻസ് ആവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ അവരുടെ ടാലൻസ് കണ്ടെത്തി, അവരുടെ ക്രിയേറ്റിവിറ്റി കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്യും. അതാണ് ക്രിയേറ്റീവ്. അവരെ എൻകറേജ് ചെയ്യിക്കുന്നു അവരുടെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അവരുടെ ആ മറ്റുള്ള കഴിവുകൾ, അവരുടെ സബ്ജക്റ്റ് അല്ലാതെ മറ്റു കഴിവുകൾ അവർക്കുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതിനെ എൻകറേജ് ചെയ്യിക്കും. അവരുടെ സക്സസും സ്ട്രെങ്ത്തും എല്ലാത്തിനെയും ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് സൂപ്പർവൈസർ ഒരു ക്രിയേറ്റീവായ ആൾക്ക് അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യിക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരുടെ കഴിവുകളെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ മോഡേൺ സൂപ്പർവിഷൻ ഈസ് സയന്റിഫിക്. അതായത് ഇവിടെ സി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആണ്. നമ്മൾ ഫീഡ്ബാക്ക്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ്, അത് സി ആണ് ഇവിടെ വരുന്നത്. സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യണം, അതായത് കൺസ്ട്രക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യണം ഇതിന്റെ പല അസസ്മെന്റിനും അനാലിസിസിനും വേണ്ടിയിട്ട്. സൂപ്പർവൈസർ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്, ക്രിറ്റിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെ അവിടെ ചെയ്യുന്ന ജോബിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടുതൽ എഫക്റ്റീവും പവർഫുൾ ആകാനുമായിട്ടും അദ്ദേഹം കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്, അല്ലാതെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് എന്താ പറയാ അവരോട് ഷൗട്ട് ചെയ്യോ അല്ലെങ്കിൽ അവർക്ക് സസ്പെൻഡ് ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് ആളെ ഇംപ്രൂവ് ആക്കാനായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് സ്വീകരിക്കുന്നു സൂപ്പർവൈസർ. നെക്സ്റ്റ് ക്രിട്ടിക്കൽ. മോഡേൺ സൂപ്പർവിഷൻ ഈസ് എക്സ്പെരിമെന്റൽ ആൻഡ് ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. ഓക്കെ, 7C ക്രിട്ടിക്കൽ ആണോ മാം? അതെ. ഞാൻ 6Cയിലെ ലാസ്റ്റ് വേർഡിലെ ടീച്ചേഴ്സ് ആർ ഇൻസ്പയർഡ് ടു തിങ്ക് ക്രിറ്റിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി, അതാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിനെ അവരെ ഇൻസ്പയർ ചെയ്യണം. ഇപ്പോഴും നെഗറ്റീവ് ഫീൽ വന്നു കഴിഞ്ഞാൽ അത് ജോലിയെ ബാധിക്കില്ലേ? ഈവൻ ദോ അവർക്കൊരു പുവർ പെർഫോമൻസ് ആണെങ്കിൽ കൂടിയും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരും. ടീച്ചേഴ്സ് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് ഇങ്ങനെ ഒരു കുറവാണെങ്കിലും അതെനിക്ക് നികത്താൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ അവരെ, അല്ലാതെ അവരെ കുറെ കൂടെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള. അതുകൊണ്ടാണ് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ലൈക്ക് സർവേസ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, കുട്ടികളുടെ കാര്യത്തിൽ ഒരു എക്സാം നടത്തി 20 കുട്ടികളുണ്ട്, 20 കുട്ടികൾക്ക് മാർക്ക് കിട്ടി. നമ്മൾ ഹോൾ ക്ലാസ്സിന് മാർക്ക് വിളിച്ചു പറയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെ, അല്ലെങ്കിൽ ഗ്രൂപ്പില് മാർക്ക് ഇങ്ങനെ എല്ലാവരുടെയും എഴുതിയിടും, അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതുപോലെ തന്നെ ഒരു ടീച്ചറെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ടീച്ചർക്ക് ചിലപ്പോൾ ചില ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം, അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല സയന്റിഫിക് മെത്തേഡ്സും ഏതെങ്കിലും രീതിയിലുള്ള അനാലിസിസോ ഇവാലുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് പറഞ്ഞാൽ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചേഴ്സ് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതേസമയം അവരെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്, വിമർശിക്കുവാണ്. ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിമർശിക്കുമ്പോൾ അവർക്ക് തോന്നും ഐ എം നോട്ട് ഗുഡ് ഫോർ ദിസ്. ചിലരുടെ അവിടെ അങ്ങനെ ജോലി വേണ്ട വെച്ചിട്ട് പോകും, അവർക്കൊരു നെഗറ്റീവ് ഫീല് തോന്നും. ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് അവര് ചിന്തിക്കാൻ തുടങ്ങും. നെക്സ്റ്റ് ഓട്ടോ ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് സൂപ്പർവിഷൻ, സ്റ്റിമുലേറ്റ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് സെൽഫ് ക്രിറ്റിസിസം. അപ്പോൾ ടീച്ചേഴ്സിനെ നമ്മൾ ആ രീതിയിൽ ഒന്ന് ട്രിഗർ ചെയ്യുവാണെങ്കിൽ അവർ സ്വയം ഞാൻ ആ ചെയ്തത് കുറച്ചുകൂടെ നന്നാക്കാനുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ടീച്ചേഴ്സ്. ആ രീതിയിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യണം.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കറന്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ലൈക്ക് അങ്ങനെ പല രീതിയിലും അനാലിസിസ് നടത്തുക, ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുക. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളൊരു ക്ലാസ്സിന്റെ റൂമിൽ ഒരു അസസ്മെന്റ് കൊടുക്കുവാണ് കുട്ടികൾക്ക്. അസസ്മെന്റ് കുട്ടികളെല്ലാം ചെയ്ത് അവരതിന്റെ റിസൾട്ട് നോക്കുമ്പോൾ ടീച്ചർക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേറൊരു മെത്തേഡിൽ അനാലിസിസ് അസസ്മെന്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിലോ ആ രീതിയിൽ കറന്റ് പ്രാക്ടീസിനെ അവര് തന്നെ സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർവിഷൻ. അത് സൂപ്പർവൈസറുടെ ഒരു ഗൈഡൻസ് ആണ്. അവരാണ് അങ്ങനെ പറയുന്നത്. ഒരു മോണിറ്റർ ചെയ്യും, ഓരോ ക്ലാസ് റൂമിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യും. അപ്പൊ അവര് ചിലപ്പോൾ ഗൈഡൻസ് കൊടുക്കും. അപ്പൊ ടീച്ചേഴ്സ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, കറക്റ്റ് ടൈമിൽ അവർക്ക് അപ്രൈസൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഡെഫിനറ്റ്ലി അവരും അനലൈസ് ചെയ്യാൻ തോന്നും ഈ ഒരു മെത്തേഡ് ശരിയാണോ, ഈ വേറെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ തന്നെ ടീച്ചേഴ്സും ശ്രദ്ധിക്കും. ഇതൊക്കെയാണ് 7 C's ഫോർ ബെറ്റർ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആണ്. സോ ഞാൻ അതിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും ആരും സെമിനാറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ ഫസ്റ്റ് വൺ, കറക്റ്റീവ് സൂപ്പർവിഷൻ. കറക്റ്റീവ് സൂപ്പർവിഷന്റെ വേറൊരു പേരാണ് ഫോൾട്ട് ഫൈൻഡിങ്. ഫോൾട്ട് ഫൈൻഡിങ് അതായത് നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു, അതായത് കറക്റ്റ് ചെയ്യുന്നു എന്നിട്ട് അതിനെ, അതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഫോൾട്ട് ഫൈൻഡിങ് അതിനുള്ള വേറൊരു പേരാണ് അനദർ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ. അതായത് ആ ഒരു സൂപ്പർവൈസർ, ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഓർ സൂപ്പർവൈസർ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. അതാണ് കറക്റ്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. ഫോൾട്ട് ഫൈൻഡിങ് എന്നാണ് അതിന്റെ ഒരു പേര്. അപ്പോൾ ഞാൻ എക്സാമിന് അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, അനദർ നെയിം ഫോർ കറക്റ്റീവ് സൂപ്പർവിഷൻ. ചോദിക്കാൻ പറ്റും, വേറൊന്നും അതിനകത്ത് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആ പേജിന്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്, എന്നിട്ട് ബാക്ക് ഈ പേജിലേക്ക് വരാം. ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ കുറച്ച് പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 87 പ്രിവെന്റീവ് സൂപ്പർവിഷൻ. പ്രിവെൻഷൻ അതായത് ഒരു തടസ്സം എന്ന് പറയുന്ന പോലെ നമ്മള് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത രീതിയിൽ സൂപ്പർവൈസർ അത് നോക്കും. അതിനു മുമ്പേ തന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാന്നതിന് മുമ്പ് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സൂപ്പർവൈസർക്ക് അറിയാം, ഒരു ടീച്ചർ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഒരു ടീച്ചിങ് മെത്തേഡ് എടുക്കുമ്പോൾ എന്തെല്ലാം കൺഫ്യൂഷൻസോ മിസ്റ്റേക്കോ അവിടെ വരാം, അതിനു മുമ്പ് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ടീച്ചേഴ്സിന് അത് കോൺഫിഡൻസ് ആവും. ക്ലാസ്സിൽ പോയി തെറ്റ് പറയുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൂടും. നേരത്തെ തന്നെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്, ഒരു ഗൈഡിനെ പോലെ സൂപ്പർവൈസർ ആക്ട് ചെയ്യും. അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നെക്സ്റ്റ്, കോയേഴ്സീവ് സൂപ്പർവിഷൻ. ഇത് നമ്മൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചും സ്കൂള് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ യൂസ് ചെയ്യുന്നില്ല. മുന്നത്തത് വിട്ടിട്ട് ഇപ്പുറത്തെ പേജിൽ പോയതാ. അതെ അതെ, ഞാൻ ആ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എടുക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ബാക്ക് അതിലേക്ക് മറ്റേലേക്ക് വരാം. ഓക്കെ, അടുത്തത് നമ്മള് കോയേഴ്സീവ് സൂപ്പർവിഷൻ, മൂന്നാമത്തത്. ഇതെന്ന് പറയുന്നത് ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ ഒരു സപ്പോർട്ട് ഒന്നും കിട്ടില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പൊതുവെ എടുക്കാറില്ല. ഇവിടെ ഒരാളൊരു ഹയർ അതോറിറ്റി ആയിട്ട് നിൽക്കും, അയാളുടെ ഒരു റൂള് പോലെയാണ്, ഒരു ഭരണം പോലെയാണ് ഈ കോയേഴ്സീവ് സൂപ്പർവിഷനില്. ഫോഴ്സ്ഫുള്ളി ആണ് പലപ്പോഴും ഇവിടെ ടീച്ചേഴ്സ് ഓർഡറും ഇൻസ്ട്രക്ഷൻസും എല്ലാം രീതിയിൽ വരും. ഇത് സാധാരണ ചെറിയ
ബിസിനസ് അങ്ങനെയുള്ളിടത്ത് ഒറ്റ ഒരു മുതലാളി ഒരു തൊഴിലാളി എന്നൊക്കെ വരുമ്പോഴേക്കും ആ തൊഴിലാളിയെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ മുതലാളി പറയുന്നത് അങ്ങനെ കേൾക്കണം. ആ ടൈപ്പ് ഒരു സൂപ്പർവിഷനാണ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ. അപ്പൊ എന്താ പറയാ, ഈ അങ്ങനെയുള്ള സൂപ്പർവൈസ്ഡ് ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കണം, എന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ആ രീതിയിലുള്ളതാണ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യിക്കുന്നു, അവർക്ക് അവരെ ഫ്രീ ആക്കുന്നു, അവരുടെ മനസ്സെല്ലാം ഫ്രീ ആകും, അവർക്ക് പ്രഷർ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ആലോചിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അങ്ങനെ രീതിയിൽ അവരെ നല്ലപോലെ എൻകറേജ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവരെടുക്കുന്ന സബ്ജക്റ്റ് മാത്രമല്ല എൻറ്റയർ കരിക്കുലത്തിന്റെ കാര്യവും മറ്റ് ആക്ടിവിറ്റീസിലും എല്ലാം അവർക്ക് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആകാനും ഇൻവോൾവ് ആകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സ്പേസ് കൊടുക്കുന്നു, അവരുടേതായുള്ള ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരാനും അവരുടേതായ പുതിയ പുതിയ ടെക്നിക്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാനും ആ രീതിയിലെല്ലാം ടീച്ചർമാരെ എൻകറേജ് ചെയ്യും. അവരുടെ കാഴ്ചപ്പാടുകൾ ഫ്രീ ആയിട്ട് പറയാനും എല്ലാം ഉള്ള എൻകറേജ്മെന്റ്. അപ്പൊ നല്ല രീതിയിൽ അതായത് ക്രിയേറ്റീവ്, അതായത് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ സൂപ്പർവൈസറും കോവർക്കറും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. അവിടെ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യില്ല, അവർക്ക് ഏത് സമയം എന്തും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാകുമ്പോൾ ടീച്ചേഴ്സ് ഓരോ ദിവസവും അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അവരുടെ ടാലൻസും അവരുടെ കഴിവുകളും എല്ലാം വെച്ചിട്ട് അവര് ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങും. ശരിക്കും അത് ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ആൻഡ് കൺസൾട്ടേഷൻ പോലെ ഒരു സൂപ്പർവൈസറിൽ നിന്ന് കിട്ടുന്നതാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് വൺ ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ഇത് മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ് ഈ സൂപ്പർവിഷനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ അത് മെഡിക്കൽ പ്രൊഫഷനിലാണ് ഈ ഒരു ക്ലിനിക്കൽ സൂപ്പർവിഷൻ വന്നിരിക്കുന്നത്. കാലാകാലങ്ങളിലായിട്ട് മെഡിക്കൽ ഫീൽഡ് തുടങ്ങിയ ഒരു സമയം തുടങ്ങിയ ഒരു ക്ലിനിക്കൽ സൂപ്പർവിഷൻ ഉള്ളതാണ്. അത് നമുക്കറിയാം മെഡിക്കൽ സൈഡില് പല ഡോക്ടേഴ്സ് അവരുടെ നോളജും സ്കിൽസും അതിന് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂപ്പർവിഷൻ. ഇത് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ടീച്ചറും ഉണ്ടാകും, കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഡോക്ടേഴ്സിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ആയിട്ടൊരു ഡോക്ടർ ഉണ്ടാവും, ജൂനിയേഴ്സ് ഉണ്ടാവും. അപ്പൊ സീനിയർ ഡോക്ടർ ആയിരിക്കും ഈ ജൂനിയേഴ്സിനെ എപ്പോഴും ഗൈഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും. അതുപോലെ തന്നെ ടീച്ചർമാരിലും ഇതുപോലെ തന്നെ കൊളീഗ് ആയിട്ടുള്ള ഒരു ടീച്ചർ വേണ്ട രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും, ആ ടീച്ചറെ എനേബിൾ ചെയ്യിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യിക്കുന്നു. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് ചിലപ്പോ പ്രൊഫഷണലി എക്സ്പീരിയൻസ് ഉള്ള സീനിയർ മെമ്പർ, ആ ഒരു രീതിയിലുള്ള ആളുടെ സപ്പോർട്ട് കിട്ടുന്നത് ഇതുപോലുള്ള ക്ലിനിക്കൽ സൂപ്പർവിഷൻ ആ ടൈപ്പിലായിരിക്കും. ഒരു ടീച്ചറെ ഗൈഡ് ചെയ്യുക, മെന്റർ ചെയ്യുക, അതൊക്കെ ഇതിനകത്ത് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ വരും. ടീച്ചർ കൊളീഗാണ് ഇവിടെ സൂപ്പർവൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ടീച്ചറിന്റെ കൊളീഗ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നല്ലൊരു സ്പേസ് ആയിരിക്കും, അവര് തമ്മിൽ ആ നല്ലൊരു കെമിസ്ട്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകും. പിന്നെ ഒരു ഗോൾഡ് ഹാമർ, അദ്ദേഹമാണ് ടീച്ചേഴ്സിൽ തന്നെ സീനിയർ ആയിട്ടുള്ളവര് സൂപ്പർവൈസർ ആവാന്നുള്ളതാണോ? അതെ, കൊളീഗ് ടീച്ചർ, കൂടെയുള്ള കൊളീഗ് തന്നെയായിരിക്കും ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ഡോക്ടേഴ്സിനാണെങ്കിൽ സീനിയർ ഡോക്ടർ ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് മെഡിക്കൽ സെഷനിൽ നിന്ന് ഈ സൂപ്പർവിഷനെ അഡോപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇതിനെ 5 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിനിക്കൽ സൂപ്പർവിഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാന്നുള്ള രീതിയിൽ 5 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ടീച്ചർക്ക് എക്സ്പീരിയൻസ് ഇത്തിരി കുറവാണ്, അപ്പൊ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത് ടീച്ചറുടെ കൊളീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി നടത്തണം. അതിന് വേണ്ടിയിട്ട് അത് പ്ലാൻ ചെയ്യാനും ആക്ടിവിറ്റി ചെയ്യാനും അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യാനും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനെ 5 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷൻ, അനാലിസിസ്, സ്ട്രാറ്റജി പ്ലാനിങ്, കോൺഫറൻസ്, പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. അതായത് ഫോളോ അപ്പ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നത് പോസ്റ്റ് കോൺഫറൻസ് പറയുന്നത്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും ഈ സൂപ്പർവൈസറും ടീച്ചറും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും.
പിന്നെ പലപ്പോഴും അവർ തമ്മിൽ പല കാര്യങ്ങളും അനാലിസിസ് നടത്തും. കാരണം അതിന് ഒരു നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു നല്ലൊരു ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ, ബെറ്റർ ഔട്ട്കം അതിന് വേണ്ടിയിട്ടാണ്. സ്റ്റേജ് 1 പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. കോൺഫറൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു മീറ്റിംഗ് പോലെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒബ്സർവേഷന് മുമ്പുള്ള ഒരു മീറ്റിംഗ്. നമ്മൾ ആദ്യം സ്റ്റെപ്സിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു, ഒബ്സർവേഷന് മുമ്പുള്ള ഒരു മീറ്റിംഗ് പോലെ. ടീച്ചർ ഒരു ലെസൺ എടുക്കാൻ പോവാണെന്ന് വിചാരിച്ചു, ഒരു ചെറിയ ക്ലാസ്സിലോ ടീച്ചറാണെന്ന് വിചാരിച്ചു, ഒരു ലെസൺ ഒരു ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ എന്താ, അതൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലേ? നിങ്ങളൊരു സെമിനാർ പ്രസന്റ് ചെയ്യാൻ പോണതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സിന്റെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. 10 മിനിറ്റേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം വരാൻ പറ്റുന്നുണ്ടോ? 10 മിനിറ്റ് കൂടുതൽ എടുത്താൽ നമ്മളപ്പോ വീണ്ടും പ്ലാൻ ചെയ്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും മാറ്റി അല്ലെങ്കിൽ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്ത് ഒക്കെ നമ്മളൊന്ന് ശരിയാക്കും. നമ്മളത് ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വരുവാണ്. ആ ഒരു മെന്റലി റിസൈറ്റ്, ഓറലി ഡിസ്ക്രൈബ് അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും ആദ്യമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പോകും. എന്താണോ കണ്ടന്റ് അതിനനുസരിച്ച്. ഇനി ടീച്ചറുടേതായ രീതിയിൽ എടുക്കുന്നു. കുട്ടികൾക്കാണ് ലെസൺ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കുട്ടികള് എന്ത് ചെയ്യും, ആ ലെസൺ പഠിച്ചിട്ട് അവർ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇനി അവിടെ നമ്മുടെ കൂടെ ഇപ്പൊ ടീച്ചറും ഉണ്ട്, ഈ ക്ലിനിക്കൽ സൂപ്പർവിഷൻ നടത്തുന്ന സ്റ്റാഫും ഉണ്ട്. ഇനി അപ്പൊ ആ ഒരു സൂപ്പർവൈസറിന്റെ അടുത്ത് നമ്മൾ ഡേറ്റ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഈ ടോപ്പിക്കാണ് എടുക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയ ക്ലിനിക്കൽ സൂപ്പർവൈസറുണ്ട്. പിന്നെ അപ്പം സൂപ്പർവൈസറുമായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മോക്ക് ആ ഒരു ഇതിന്റെ പ്രിപ്പറേഷൻ നടത്തുവാണ്. അപ്പൊ സൂപ്പർവൈസർ കുട്ടികൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളതൊക്കെ ചോദിച്ച് ടീച്ചർ നല്ലതുപോലെ സെറ്റ് ആക്കി. എന്നിട്ട് ആള് പിന്നെ അതിലേക്ക് പോവാം. മാം അത് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഈ ക്ലിനിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ മുന്നിൽ ആദ്യം ഈ ടീച്ചർ ക്ലാസ് എടുക്കണം എന്നാണ്. അതായത് അവരെ ലീഡ് ചെയ്യുന്ന ആ ടീച്ചറിന്റെ മുന്നിൽ ഈ ടീച്ചർ ഒന്ന് ക്ലാസ് എടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ സ്റ്റുഡൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആ സമയത്ത് ചോദിക്കും. അതെ, സൂപ്പർവൈസർ ചോദിക്കുന്നത് വെച്ചാൽ ആളെ പ്രിപ്പയർ ആക്കുക. എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റണമല്ലോ ആ ഒരു രീതി. നമ്മളും അങ്ങനെ ചെയ്ത് നോക്കാറുണ്ടാവുമായിരിക്കും അല്ലെ? ഇതുപോലെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡെമോ ക്ലാസ് എടുക്കേണ്ട വരുവാണെങ്കിൽ നമ്മളൊരു ഡെമോ ക്ലാസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വീട്ടിലുള്ളവരെ ഒന്ന് പഠിക്കുകയോ, അല്ലെങ്കിൽ ഒരു സെമിനാർ എടുക്കുമ്പോൾ ഇത്ര സമയം പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അത് ഡെമോ പോലെ വീട്ടിലോ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ കാണിക്കില്ലേ? ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു കൊളീഗ് ആയിരിക്കും, അതാണ് അവിടുത്തെ സൂപ്പർവൈസർ. പിന്നെ പലപ്പോഴും ഇപ്പൊ പല മെത്തേഡിലുള്ള ക്ലാസ് റൂം ഒക്കെ ആണല്ലോ. ചിലപ്പോൾ റെക്കോർഡിങ് ചെയ്യേണ്ടതായിട്ട് വരും, വീഡിയോ. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഡെമോ ക്ലാസ്, നമ്മൾ എവിടെയെങ്കിലും ഒരു ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്, നമ്മളോടൊരു ഡെമോ ക്ലാസ് ലൈവ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാനായിട്ട് പറയും അല്ലേ? അങ്ങനെ പല രീതിയിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ജനറലി പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. സാധാരണ ഒരു ക്ലാസ് റൂമിലേക്ക് പോണത് മാത്രമല്ല, ഏത് ടൈപ്പ് ക്ലാസ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ക്ലാസ് എൻവയോൺമെന്റ് ആണെങ്കിലും ജനറലി അത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ പിന്നെ നമ്മളിപ്പോ ഒരു സെഷൻ എടുക്കുമ്പോൾ കുട്ടികൾ നമ്മളോട് ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ സെഷന് ശേഷം നമ്മൾ റീകളക്ട് ചെയ്ത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അല്ലേ? ഫോർ ബെറ്റർമെന്റ്. ഒരു പക്ഷെ അപ്പൊ നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒരു മിനിറ്റ് തരണേ.
ഓക്കെ, സോ ഫസ്റ്റ് ഒബ്സർവേഷന് മുമ്പുള്ള ആ ഒരു ഇത് അതിപ്പോ നമ്മൾ ഏത് മെത്തേഡിലാണോ ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജനറലി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്യുക. നമുക്ക് അപ്പൊ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആഫ്റ്റർ ദ സെഷൻ നമുക്ക് ഓർത്ത് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുട്ടികളോട് എഴുതി തരാനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ അവർക്ക് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി തരും. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണോ സെഷൻ എടുക്കുന്നത് ആ രീതിയിൽ ചെയ്യാം. ചെറിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതുപോലുള്ള ഇന്ററാക്റ്റീവ് സെഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 2 ആണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ. നമുക്ക് സ്റ്റേജ് 3 ഡേറ്റ അനാലിസിസ്, കോൺഫറൻസ് സെഷൻസ്, പിന്നെ പോസ്റ്റ് കോൺഫറൻസ് സെഷൻ അനാലിസിസ്. ഇതൊക്കെ ഹയർ ലെവലില് സെമിനാർസ്, ക്ലാസ്, ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ വരുമ്പോഴാണ് കേട്ടോ ഇത്. ചെറിയ ക്ലാസ്സിലേക്ക് ഉള്ളതെല്ലാം നിങ്ങളൊരു സ്കൂള് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കൂള് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഇതെല്ലാം അറിയണം. സൂപ്പർവിഷൻ എങ്ങനെയായിരിക്കണം അതൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ, കാരണം ഇപ്പൊ ഇറങ്ങിയാലാണ് എനിക്ക് 3:30 എന്റെ സ്കൂളിൽ എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.